ചേച്ചി ഇതാ ചേച്ചി. വ്രതം പരിപൂർണമായിരിക്കുന്നു മോളെ. നിങ്ങൾ വസ്ത്രം കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്കെല്ലാം ഇപ്പൊ കൊടുത്തോളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല തിരുമേനി. അമ്മയുടെ സന്നിധിയില് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നേർന്ന വസ്ത്രങ്ങളാണ്, സ്വീകരിച്ചേ പറ്റൂ. അച്ഛാ, ഒന്നിങ്ങോട്ടേക്ക് വരൂ. ഇത് നിങ്ങൾക്കുള്ളത് അച്ഛാ. നന്നായി വാ മോളെ. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് ഇങ്ങനെയൊരു പൂജയുടെ ഭാഗമാവാൻ വേണ്ടി ഞങ്ങളെയെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തിയതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ 100 വർഷം ജീവിക്കണം. ഒരു ദൃഷ്ടിയും നിങ്ങൾക്ക് പതിയരുത്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വേദവതിയമ്മേ. ആയിക്കോട്ടെ. അവനി, നിന്റെ അടുത്തുള്ള ആളുകൾ ചടങ്ങിന് വരില്ല എന്ന് പറഞ്ഞിട്ട് അവര് വന്നത് കണ്ടോ? അങ്ങനെ വരുത്തിക്കാനും എനിക്കറിയാം. നീ ചില്ലറക്കാരിയല്ലോ. ഞങ്ങളെ പെടുത്തണമെന്നും ഇവിടുത്തെ പെണ്ണുങ്ങൾ ഇതിന്റെ ഭാഗമാകണമെന്നും മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ച 7 പേരെയും കൊണ്ട് വന്നത് ശരിയല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അല്ലെങ്കിൽ 11 പേര് മാത്രമല്ല, 100 പേരെങ്കിലും ലോറിയിൽ കയറ്റിക്കൊണ്ട് ഞാൻ വന്നേനെ. എന്നാ ഞാൻ പോവാൻ നോക്കട്ടെ മോളെ. നമുക്ക് ഈ വസ്ത്രങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? ഇതങ്ങ് കത്തിച്ചു കളയാനാ തോന്നുന്നേ. അമ്മയുടെ സന്നിധിയിൽ നിന്ന് വന്ന വസ്ത്രങ്ങളാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അത് ധരിക്കണ്ട. അതെടുത്ത് തെരുവിലെ കടിയും ആർക്കെങ്കിലും കൊടുത്തേക്കൂ. അതല്ലാതെ കത്തിക്കാനൊന്നും പോവണ്ട. നിങ്ങളോട് ഇനി മുതല് എത്ര ശ്രദ്ധ പാലിക്കണമെന്നുള്ളത് ഈ വ്രതം എന്നെ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ചേച്ചി, ഒരുപാട് നന്ദി ചേച്ചി. എന്തിനാ അവനി? രാത്രിക്ക് രാത്രി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഗ്രാമത്തിലേക്ക് പോയി ആൾക്കാരെയും കൂട്ടി ഇവിടേക്ക് വന്നു. ചേച്ചി എങ്ങാനും കൃത്യസമയത്ത് ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ എന്റെ വ്രതത്തിന് ഒരു ബലം ഉണ്ടാകുമായിരുന്നില്ല. പൂജ തുടങ്ങിയ സമയം തൊട്ട് ആവനിക്ക് ചേച്ചി ഓർത്ത് വലിയ ടെൻഷനായിരുന്നു. എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ മുന്നില് തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമോ എന്ന് പോലും പാവ അവള് പേടിച്ചുപോയി. അവളുടെ താലിക്ക് വേണ്ടി നടത്തിയ ആ വ്രതം എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോകൂ എന്നുള്ള ടെൻഷനായിരുന്നു അവക്ക്. ആ വ്രതം നടത്തി കഴിഞ്ഞാൽ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് ഞാനാ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോ വ്രതം മുടങ്ങൂന്ന് അറിഞ്ഞു കഴിഞ്ഞാ എനിക്കതും കണ്ട് നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ആവനെ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതുപോലെ ചെയ്തത്. എന്റെ അനിയത്തി സന്തോഷിക്കുന്നത് ഞാൻ ഇന്ന് കണ്ടു. നിനക്കിനി ഒരു പേടിയും വേണ്ട. ആ അമ്മയുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും. നീ ആ പറഞ്ഞത് വെറും വിഡ്ഢിത്തമാ. വന്നവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളൊന്നും പറയില്ലെന്ന് കരുതി നിനക്ക് തോന്നിയത് നീ ചെയ്തു. ഞങ്ങളുടെ നാവുകൾക്ക് വിലങ്ങിട്ടു.
പക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതാണെന്ന് കരുതരുത്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും ആശീർവദിക്കുന്ന പോലെ അഭിനയിച്ചതാ. മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചാലേ അതിനൊരു ഫലം ഉണ്ടാവൂ. ബലം പ്രയോഗിച്ച് വാങ്ങുന്ന അനുഗ്രഹത്തിന് അതുണ്ടാവില്ല. വ്രതം പൂർണ്ണമായെന്ന് കരുതി നിനക്ക് നല്ല സന്തോഷം ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. പ്രയോജനം ഇല്ലെന്നും അതൊരു വ്രതം അല്ലെന്നും തീരുമാനിക്കാനായിട്ട് നിങ്ങൾ ആരാ? അക്കാര്യങ്ങളെല്ലാം ആ അമ്മ നോക്കിക്കോളും. ശരി, നടത്തിയ പൂജ കാരണം ചിലപ്പോ ഫലം ഉണ്ടായേക്കാം. പക്ഷേ എന്റെ മരുമകളായിട്ട് ഞാൻ ഒരിക്കലും നിനക്കൊരു സ്ഥാനം നൽകില്ല. നീ എത്ര നോമ്പുകൾ നോറ്റാലും പൂജകൾ ചെയ്താലും നീ ഒരിക്കലും ഈ വേദവതിയുടെ വീട്ടിലെ മരുമകളാകില്ല. കുലഗുരു അന്ന് പറഞ്ഞതുപോലെ എപ്പോഴാണെങ്കിലും മരുമകളാകുന്നത് നിഹാരികയായിരിക്കും. ആധികാരികമായി എന്റെ അനന്തരാവകാശിയായിട്ട് ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നതും നിഹാരികയായിരിക്കും. എന്റെ ഈ വാക്കുകൾ ഒരിക്കലും ഒരു അക്ഷരം പോലും മാറില്ല. നീ ഓർത്തു വെച്ചോ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നേ കരുതൂ. ഈ ദേഷ്യം ഞാൻ ആശീർവാദമായിട്ട് മാത്രമേ കാണൂ. ദൈവം തീരുമാനിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാമേ. ഒരിക്കലും ദൈവം വഞ്ചനയുടെ കൂടെ നിൽക്കില്ല. ഇപ്പൊ നിനക്ക് അനുകൂലമായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് കരുതി എന്നും ഇതുപോലെ തന്നെ അനുകൂലമാവുമെന്ന് നീ വിചാരിക്കരുത്. പഠിച്ചിരിക്കും, വലിയ പാഠം തന്നെ പഠിക്കും. അവര് പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. സന്തോഷമായിട്ട് ജീവിക്ക്. എന്നാ ഞാൻ പോവാൻ നോക്കട്ടെ. ശരി ചേച്ചി. കഴിഞ്ഞ 2 മാസമായിട്ട് ഓട്ടോ ശരിക്കും ഓടുന്നില്ല ഏട്ടാ. എനിക്കൊരു ലോൺ ശരിയാക്കി തരാമോ? ഓട്ടോ വാങ്ങിക്കാൻ വേണ്ടിട്ടാ. ആ സരോജ, നല്ലോണം ചൂടാവണം. നല്ലതുപോലെ ചൂടാവണം ചേട്ടാ. അമ്മായി ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്കേറി പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ പലപ്പോഴും? അയ്യോ, നിങ്ങളോടല്ലേ ഏട്ടാ. ഒന്ന് നോക്കണേ ഏട്ടാ. എങ്കിലും എനിക്കത് വലിയ ഉപകാരമായിരിക്കും. ശരി ശരി. നഗയാ ആ കേറുവാ ഭദ്രേട്ടാ, ഇരുന്നോളൂ. മകന് കല്യാണം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ കുറച്ച് ആലോചനകളായിട്ട് വന്നതാ. മോനെ കിട്ടു, ഒന്ന് ഇറങ്ങി വാടാ. എന്താ സൂരി, എന്താ പ്രശ്നം? നിനക്ക് കുറച്ച് ആലോചനയായിട്ട് വന്നതാടാ. ഇത് കുറച്ച് ഫോട്ടോസാ. കല്യാണം എനിക്കല്ലേ? എടാ ഈ കൊച്ചു കൊള്ളാടാ, ഇത് കൊള്ളാടാ. കൊച്ചു മാത്രം നന്നായ പോരാ സൂരി, കൊച്ചിന്റെ അച്ഛന് നല്ല സമ്പാദ്യം വേണം. അതെ ഭദ്രേട്ടാ, ഇവരുടെയൊക്കെ അവസ്ഥ എങ്ങനെയാ? എന്താ ഇവരുടെ നിലവാരം? നമ്മുടെ ഒരു നിലവാരം ഉണ്ടല്ലോ, അതിനനുസരിച്ച് ആലോചനകളാ. അതെയോ? എന്നെ കൊണ്ടുപോയി ചവിട്ടുകോട്ടയിലിട്ടോ. എടാ എന്താ നീ പറഞ്ഞേ? എന്റെ ഡ്രീംസിൽ ഇവരൊന്നും സെറ്റല്ല സരോജ. നമുക്ക് മിനിമം കൊച്ചി സിറ്റിയിൽ ഒരു ബംഗ്ലാവ്, ഇൻഫോ പാർക്കിൽ ഒരു കമ്പനി, പിന്നെ ബാങ്കില് നല്ല ബാലൻസും, പിന്നെ വീട്ടിലൊരു 4 കാറും വേണം. നഗയോ, മകന് വലിയ സ്വപ്നങ്ങളാണല്ലോ. ഇവൻ എന്റെ വീട്ടിൽ ജനിക്കേണ്ടവനല്ല. ഇവന്റെ സ്വപ്നം വെച്ച്
അംബാനിയുടെ വീട്ടിലാ ജനിക്കണ്ടേ? ഇവനൊക്കെ പെണ്ണ് കിട്ടുന്നത് തന്നെ വലിയ കാര്യം. ഒരു ഓട്ടോ ചോദിച്ചിട്ട് ആരും തരുന്നില്ല. അപ്പോഴല്ലേ പെണ്ണ് കിട്ടുന്നത്. ഏക് ദിൻ മേരാ കോവി ആയേഗാ. ഭദ്രേട്ടോ, ഭദ്രേട്ടൻ ഇറങ്ങിയാട്ടെ. നിനക്ക് ഈ ജന്മത്ത് കല്യാണം നടക്കില്ല. എടാ, ഒരു കല്യാണം കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് കരുതിയപ്പോ നീ എന്താ ഇങ്ങനെ? ഡാ, വെറുതെ സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കടാ. സമയം ശരിയാവുമ്പോ എല്ലാം ശരിയാവുന്ന. എത്ര കാലമെന്ന് വെച്ചാ ഇങ്ങനെ ജീവിക്കുന്നേ? സരോജ, നേരം ശരിയാവുമ്പോ എന്നൊരു കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ചെറിയ ചെറിയ ജോലി ചെയ്ത് കിട്ടുന്ന നക്കാപ്പിച്ച കാശുകൊണ്ട് എങ്ങനെ ജീവിക്കും? നിങ്ങളെല്ലാവരും നോക്കിക്കോ, എന്നെങ്കിലും ഒരു ദിവസം നല്ല കാശുള്ള വീട്ടിൽ നിന്ന് ഒരുത്തിയെ കെട്ടിയിട്ട് കോടീശ്വരനായിട്ട് സെറ്റിലാകും ഞാൻ. മനസ്സിലായല്ലോ അല്ലേ? കാസ് തൊട്ട് മണി മണി കാസ്. അമ്മയുടെ ജാതകത്തിൽ പിറന്ന അതേ പെൺകുട്ടിയെ മരുമകളായിട്ട് കൊണ്ടുവരുമെന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാൻ താലി കെട്ടിയത് ആവനിയെയാ. ആവനിയാണ് എൻ്റെ ഭാര്യ. ഒഴിച്ചുകൂടാനാവാത്ത അവസ്ഥയില് അവരെ എനിക്ക് അനുഗ്രഹിക്കേണ്ടി വന്നല്ലോ. എന്നാലും അവൻ എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തത്? ഈ അമ്മയ്ക്ക് തന്ന വാക്ക് എന്തിനാണ് നീ തെറ്റിച്ചത്? നിഹാരികയെ മരുമകളായിട്ട് സ്വീകരിക്കാന്ന് കരുതിയപ്പോ എന്താ ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാ? വേദ, വേദ, എന്തു പറ്റി? നെഞ്ചു വല്ലാതെ വേദനിക്കുന്നു. ഞാനിപ്പോ മരിക്കും മേട്ടാ. അങ്ങനെ പറയല്ലേ വേദ, നിനക്കൊന്നും വരില്ല. നീ ഇപ്പൊ ഒന്നിനെ കുറിച്ച് ആലോചിച്ചും ടെൻഷൻ ആകരുത്. നമുക്കുടനെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ ആംബുലൻസ് വിളിക്കാം. നിക്ക്. വേണ്ട വേണ്ട വേണ്ട, എന്റെ കുട്ടികളെ വിളിക്ക്. ഇനി ഞാൻ ജീവിക്കില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടേട്ടാ. അവര് വിളിക്ക്. വേദ, നിക്ക്, ഞാനിപ്പോ വരാം. എടാ രാധാകൃഷ്ണ, രാധാകൃഷ്ണ, പൃഥ്വിരാജ്, വസന്ത, നിഹാരിക, കാവ്യ, എല്ലാരും വാ. എന്തു പറ്റിയാച്ചാ? എടാ, അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നടാ. അമ്മ എന്താ ആലോചിച്ച് ടെൻഷനായി നെഞ്ചുവേന് വന്നതാ. എല്ലാവരെയും വിളിക്കാൻ പറഞ്ഞടാ. വാ, വാടാ. അമ്മേ, അമ്മേ, വേദ, എന്ത് പറ്റി അമ്മേ? എന്താ പറ്റി? അമ്മേ, സുഖമല്ലേ? എന്തെങ്കിലും ഒന്ന് പറ അമ്മേ, എന്തെങ്കിലും ഒന്ന് പറയേ. മാറി നിക്കടാ. ഇതിനെല്ലാം കാരണം ശരിക്കും നീയാ. ഈ സമയത്ത് നിങ്ങൾ എന്താ ചേട്ടാ ഇങ്ങനെ? നീ അധികം സംസാരിക്കണ്ട. അയ്യോ, അതൊക്കെ പിന്നെ ആക്കാം. അമ്മയുടെ കാര്യം ആദ്യം നോക്ക്. അമ്മേ, എന്തിനാ അമ്മ ടെൻഷൻ ആവുന്നേ? ഇപ്പൊ ഒന്നിനെ കുറിച്ച് ആലോചിക്കല്ലേ. രാധചേട്ടാ, ആദ്യം അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. അതെ അമ്മേ, പെട്ടെന്ന് കൊണ്ടുപോവാം. വാ ചേട്ടാ. നീ അവളെ തൊട്ടുപോകരുത്. നീ കാരണ, നിങ്ങൾ കാരണ എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. മാറി നിക്കവിടുന്ന്. അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാച്ച പ്ലീസ്. രാധ, നീ പോയി കാർ എടുക്കടാ. ശരി അച്ഛാ. വേണ്ട ചേട്ടാ. ഞാൻ ഇനി എങ്ങോട്ടും വരില്ല. ഈ പെണ്ണ് എങ്ങോട്ടും കൊണ്ടുപോവരുത്.
നിന്റെ മരണം ഞാൻ എന്റെ കൺമുമ്പിൽ തന്നെ കാണുന്നുണ്ട്. സമാധാനായിട്ട് എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് കണ്ണടച്ചാ മതി. എന്താ അമ്മ നിങ്ങൾ പറയുന്നേ? ഇനി ഞാൻ ജീവിച്ചിരിക്കില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ അതെനിക്ക് സഹിക്കില്ല അമ്മേ. ദയവേദി ഇങ്ങനെയൊന്നും എന്നോട് പറയല്ലേ. ബാക്കിയുള്ളവരുടേത് കാര്യമാക്കണ്ട. ഞാനാടാ പറയുന്നത്. നീ കാരണാടെ എനിക്ക് നീ അവസ്ഥയുണ്ടായി. നീയും നിന്റെ ആവണിയും കാണിച്ച ചതി കാരണം എനിക്ക് ഇന്ന് ഇങ്ങനൊരു അവസ്ഥയുണ്ടായത്. എന്റെ മകൻ എനിക്ക് 10 ആൾക്ക് മുമ്പില് ഒന്ന് തല ഉയർത്തി നിൽക്കാനുള്ള അവസ്ഥ ഇല്ലാതാക്കി വച്ചു. അമ്മ മാനസികമായിട്ട് എന്നോ മരിച്ചു പോയതാടാ. അമ്മേ അങ്ങനെയൊന്നും പറയല്ലമ്മേ. അമ്മയുടെ വാക്കുകളെ ലക്ഷ്മണരേഖയായി കണ്ടിരുന്നവനായിരുന്നില്ലേ നീ? അമ്മയുടെ വാക്കുകൾ എന്തിനാ മോനെ നീ തട്ടിക്കളഞ്ഞത്? എന്തിനാടാ ആവണിയെ നീ കല്യാണം കഴിച്ചത്? അതൊന്നും ഒരിക്കലും ചതിക്കാൻ വേണ്ടി ആയിരുന്നില്ലമ്മേ. അതെന്റെ തലയിലെഴുത്താ. എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്നൊരു മകനാ നീയെന്ന് അന്ധമായിട്ട് ഈ അമ്മ വിശ്വസിച്ചു പോയതാടാ. ചെയ്തോളാം അമ്മേ. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്റെ ജീവൻ വേണമെങ്കിലും ഞാൻ തരാം അമ്മേ. എന്റെ ജീവൻ പോവും മുമ്പ് എന്റെ മോൻ അമ്മയ്ക്ക് വാക്കുതാ. പറയമ്മേ. നിനക്ക് സത്യമായിട്ടും ഈ അമ്മയോടൊരൽപ്പം സ്നേഹമുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് തരുന്ന വാക്ക് നീ ഒരിക്കലും തെറ്റിക്കരുത് മോനെ. ഒരിക്കലും തെറ്റിക്കില്ല. അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ ഈ അവസാന ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എന്ത് വേണേലും നീ ചെയ്യില്ലേ മോനെ? ഞാൻ ചെയ്തോളാം അമ്മേ. ഇനിയൊരു പക്ഷെ നീ ചെയ്തില്ലേ ഈ അമ്മയുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവില്ല. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അമ്മേ. അമ്മയ്ക്ക് എന്റെ ദൃഷ്ടിയിൽ കല്യാണമല്ല, ജാതക പൊരുത്തമില്ലാത്ത പെണ്ണ് എന്റെ സ്വന്തം ചോരയാണേലും ഞാൻ ഒരിക്കലും അവളെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. നീ അവനിയെ ഉപേക്ഷിച്ച് നീ നിഹാരികയെ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കില്ലടാ. കല്യാണം കഴിക്കോ മോനെ? അതല്ലമ്മേ. എന്റെ ശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് നീ കല്യാണം കഴിക്കുമെന്ന വാക്ക് എനിക്ക് നിന്റെ വായിൽ നിന്നും കേൾക്കണം. അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. അവസാനത്തെ ആഗ്രഹം നിറവേറ്റി തരില്ലടാ. ഞാൻ നിറവേറ്റിക്കോളാം. അവനെ ഉപേക്ഷിച്ച് നിഹാരികയെ കല്യാണം കഴിച്ചോളാം അമ്മ.